ഹലോ ഓൾ വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്, ഒരു വെൽനസ് ഓൺട്രപ്രനർ. ഇന്ന് ജിം ഗോവേഴ്സിന് എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം ഫാറ്റി ലിവർ ഒരു കാരണമാണ്. ബോഡി ഫാറ്റ് കൂടി വരുന്നു, പ്രത്യേകിച്ച് വയറിലെ കൊഴുപ്പ് കൂടി വരുന്നു. എങ്ങനെയെങ്കിലും ബോഡി ഫിറ്റാക്കി എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ജിമ്മിൽ ജോയിൻ ചെയ്യും. ജനുവരി മാസമാണ് ജിമ്മിൽ പുതിയ ആൾക്കാർ കൂടുതൽ ജോയിൻ ചെയ്യുന്ന മാസം. ന്യൂ ഇയറിന് പല തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും പല ആൾക്കാരും ജിമ്മിൽ ജോയിൻ ചെയ്യുക. വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കണം. ഒരു 2-3 മാസമൊക്കെ നമ്മൾ ട്രെയിനേഴ്സ് പല രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും. വലിയ രീതിയിൽ റിസൾട്ട് ഒന്നും കാണുന്നില്ല. വയറ് ഒട്ടും കുറയുന്നില്ല. വെയിറ്റ് 1 കിലോ 1.5 കിലോ ഒക്കെയാണ് 3 മാസം കൊണ്ട് ഇത്രയൊക്കെ നമ്മൾ അധ്വാനിച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വെയിറ്റ് കുറഞ്ഞെങ്കിൽ പല ആൾക്കാരും അപ്പം തന്നെ ജിമ്മിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന കാണാൻ സാധിക്കുന്നുണ്ടാവും. ഒരു 70% പേരും ജിമ്മിൽ ജോയിൻ ചെയ്ത് ഒരു 3 months ആകുമ്പോഴത്തേക്കും ജിമ്മിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യാനുള്ള ഒരു റീസൺ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്താണ് ഇതിന്റെ റീസൺ? വെരി സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ഫാറ്റ് സ്റ്റോറേജ് മെക്കാനിസം ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്നായിരിക്കും. നമ്മളെ ശരീരത്തിൽ വിസറൽ ഫാറ്റ്, ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ കൊഴുപ്പടഞ്ഞു കൂടുന്നത്, ഏറ്റവും ആദ്യം കൊഴുപ്പടഞ്ഞു കൂടുന്നത് ഹൃദയത്തിലും ലങ്സിലും നാവിന്റെ താഴേക്കാണ് ഏറ്റവും കൂടുതൽ ആദ്യം കൊഴുപ്പടഞ്ഞു കൂടുന്നത്, വിസറൽ ഫാറ്റ്. അതിനുശേഷമാണ് ശരീരത്തിൽ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം ഫാറ്റ് അടഞ്ഞു കൂടുന്നത്. ഏറ്റവും അവസാനമാണ് വയറിൽ കൊഴുപ്പടഞ്ഞു കൂടുന്നത്. ഏറ്റവും അവസാനമാണ് വയറിൽ കൊഴുപ്പടഞ്ഞു കൂടിയതെങ്കിൽ ഇത് ഏറ്റവും അവസാനം മാത്രമേ ഇത് പോകത്തുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ട്രെയിനിങ് എടുത്താൽ മാത്രമേ നിങ്ങളുടെ ബോഡി ഫിറ്റാക്കി എടുക്കാൻ സാധിക്കുന്നുണ്ടാവുള്ളൂ.